ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ആകാശത്തിന്റെ ശക്തികൾ ഇളകും, ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴും. എവിടെ വീഴും? ഇനി അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കാം. ശ്രദ്ധയോടെ ഇരിക്കണമേ. റഷ്യയ്ക്ക് മീതെ പൊട്ടിച്ചിതറിയ ഉൽക്ക. ശ്രദ്ധയോടെ ഇരിക്കണം. റഷ്യയ്ക്ക് മീതെ പൊട്ടിച്ചിതറിയ ഉൽക്ക. ആകാശത്തിനകത്ത് ഉൽക്കയുണ്ടോ? പറയാം. റഷ്യയ്ക്ക് മീതെ പൊട്ടിച്ചിതറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി. 4 സെന്റിമീറ്റർ മുതൽ ഏകദേശം 750 കിലോമീറ്റർ വരെയുള്ള ഉൽക്ക ആകാശത്തിനകത്ത്. തീർന്നില്ല. വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക. അതാ വെളിപ്പാട് 6, 12, 13. സഭ എടുക്കപ്പെട്ടാൽ ഒരിക്കൽ കൂടി വചനം കൃത്യം പഠിച്ചോണം. നമുക്ക് 3 ദിവസമേ ഉള്ളൂ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റുതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സിക്കകത്ത് നക്ഷത്രങ്ങൾ. അപ്പുറത്ത് വേറൊരു ഗാലക്സി ഉണ്ട്, അതിന്റെ പേരാ സോംബൂറ. അതിനകത്തായി ഉൽക്കകൾ കിടക്കുന്നത്. അതുകൊണ്ട് ആകാശത്ത് തീഗോളം കണ്ടെന്ന് പറഞ്ഞ് വാർത്ത കണ്ട എത്ര പേരുണ്ടത്? കൈ ഉയർത്തിയിട്ട്. അത് നക്ഷത്രമല്ല, തീഗോളം. അതിന്റെ പേരാ ഉൽക്ക. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതെല്ലാം താഴോട്ട് വരുമെന്ന്. സ്വോത്രം. സന്തോഷമില്ലല്ലോ? പണ്ടൊരു സ്കൈലാബ് വന്നപ്പോൾ നമ്മുടെ ധനുവച്ചപുരം, നെടിയാങ്കോട്, തോലടി, നമ്മുടെ നെയ്യാറ്റിൻകരയിലെ എല്ലാവരും അമരവിളക്കാർ എവിടെ കയറി? കട്ടിലിന്റെ കീഴിൽ കയറിയില്ലേ അമ്മാമ്മ ചാക്കുവായിട്ട്? സ്വോത്രം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അവന്റെ ചേട്ടന്മാർ കിടക്കുക, അവറാച്ചാനും തോമാച്ചാനും ഒക്കെ വീഴാൻ പോവാന്ന്. സ്വോത്രം. മൈഡിയർ കുട്ടിച്ചാത്തല്ല, ആലിപ്പഴമല്ല, ആകാശത്തുനിന്ന് വീഴുമെന്ന്. സംശയമുണ്ടോ? എവിടൊക്കെ വീണെന്ന് പറഞ്ഞു തരാം. ഇപ്പൊ സ്റ്റാർട്ടിങ് വെടിക്കെട്ട് തുടങ്ങി. എവിടൊക്കെ വീണെന്നറിയാമോ? പുറകേ വാക്യം വായിക്കും. 6, 14, 15 എടുത്ത് വെക്കണം. ഈ കോവിഡിന് തൊട്ട് മുമ്പ് ഒരു സ്ഥലത്ത് വീണു. കവളപ്പാറ പുത്തുമല. കൈ ഉയർത്തിയാട്ട്. നിലമ്പൂരിനടുത്ത് കവളപ്പാറ പുത്തുമല. അയ്യോ, ഇത് ഭൂകമ്പമല്ല, ആകാശത്ത് നിന്ന് ഉൽക്ക വീണ മല അങ്ങ് കീറിപ്പോയതാ കവളപ്പാറ. 2ാമത്തെ മല വീണു. എവിടെ വീണെന്നറിയാമോ? ഇടുക്കി പെട്ടിമുടി ദുരന്തം. ഒരു 55 വീടും അവരും പോയി. അത് കഴിഞ്ഞിട്ട് 3ാമത് ഇപ്പോൾ കോവിഡ് കാലത്ത് അടുത്ത സ്ഥലത്ത് മുണ്ടക്കയം കൂട്ടിക്കൽ. കഴിഞ്ഞ 2021. കൈയൊന്ന് ഉയർത്തിയാട്ട് മക്കളെ, വിഷമിക്കണ്ട. പത്രത്തിൽ ഇത് കണ്ടില്ലേ? ഇനി ബൈബിള് ശരിയാണോ എന്ന് പറയണം. സ്വോത്രം. വായിക്കാം മാമേ. വെളിപ്പാട് 6, 14, 15 വാക്യങ്ങൾ. വെളിപ്പാട് 6, 14, 15. ഈ നക്ഷത്രമൊക്കെ വീഴുവോ? എവിടെ മലയും കുന്നും ഒക്കെ പോകുന്നു? വായിച്ചാട്ടെ. വായിക്കാം. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ, ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. കിടക്കുന്നത്. ഒരു മിനിറ്റ് അമ്മാമ്മ, സ്പീഡിൽ പോണ്ട. പണ്ടൊരു പാട്ടില്ലായിരുന്നു ഞങ്ങളൊക്കെ അമരവിളെ പാടുന്നത്? ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിന്റെ വചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം. അതെല്ലാം പോയില്ലേ? ഇടയ്ക്ക് പഴയ പുതിയ പാട്ടുകൾ വന്നില്ലേ? ചട്ടി മാറും, കൊട്ട മാറും, കലം മാറും. സ്വോത്രം. മടങ്ങി വാ ദൈവസഭ, മടങ്ങി വാ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ കർത്താവ് ഈ വൈറസിനെ എങ്ങനെയൊക്കെയോ തട്ടിവിട്ടത്. സ്വോത്രം. നമുക്കൊരു ഉണർവ് വേണ്ട. സ്വോത്രം. ജനം താഴണം. ആദ്യം ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ താഴണം. സന്തോഷമില്ലല്ലോ? ദൈവജനവും താഴണം. നമുക്കൊരു ടൈമും കൂടെ കർത്താവ് തന്നിരിക്കുക. ഒരു പീരീഡ്, ഗ്രേസ് പീരീഡാ. ഇതിൽ നാം മാനസാന്തരപ്പെട്ടോണം. ആകാശത്തിന്റെ ശക്തികൾ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. സകല പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. അടുത്തത് എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. അമ്മാമ എവരോട് ആ വാക്ക് കേൾക്കട്ടെ. ഇപ്പൊ ശരിയാണോ? കവളപ്പാറ, പുത്തുമല, പെട്ടിമുടി, മുണ്ടക്കയം, കൂട്ടിക്കൽ. ശരിയായോ? സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങിയില്ലേ? വേറൊരു ദ്വീപുണ്ടായിരുന്നു, ആൻഡമാൻ നിക്കോബാർ. കേട്ടൊരു വല്ലവരും ഉണ്ടോ? സുനാമി വന്നപ്പോൾ 2 അടി അവനും താണെന്ന്. സ്വോത്രം. സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോയി. അടുത്ത വാക്ക് ഭൂമിയിലെ രാജാക്കന്മാരും. സഖാവ് പിണറായി. അടുത്തത് മഹത്തുക്കളും, പിന്നെ MLA മാര്. അടുത്തത് സഹസ്രാധിപന്മാരും, പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ധനവാന്മാരും ബലവാന്മാരും എല്ലാവരും കസേരയിൽ എഴുന്നേക്കാൻ പോവാ പീറ്റർ പാസ്റ്റർ. അടുത്തത് സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് പാറകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ. മതി. സ്വോത്രം. ഈ പ്രകൃതി ദുരന്തം, കോവിഡിന് വാക്സിൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പാറയെല്ലാം കൂടെ വീണ എന്തോ. സ്വോത്രം. ഭരണാധികാരികൾ അവരൊന്നും ആത്മഹത്യ ചെയ്യത്തില്ല. രാഷ്ട്രീയക്കാർക്കറിയാം ആത്മഹത്യ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും എന്തിനാ തീർന്നതെന്ന്. സ്വോത്രം. അപ്പൊ കർത്താവിനോട് പറയും എനിക്ക് അറ്റാക്ക് വന്ന് തീർന്നതാക്ക് ശിക്ഷ കടുപ്പിക്കരുതെന്ന്. സ്വോത്രം. അതുകൊണ്ട് അവരെന്തോയും പെരുങ്കടവിളയും ആലത്തൂരും ഒക്കെ ചെന്ന് പാറയുടെ കീഴി ഇരുന്നിട്ട് പ്രാർത്ഥിക്കുമെന്ന് വീണ് കിട്ടിയാ മതിയെന്ന്. സ്വോത്രം. സന്തോഷമില്ലല്ലോ? അതുകൊണ്ട് ആരൊക്കെ ഭരണാധികാരികൾ
പ്രമുഖർ. ഇവിടെ ഒരു ഓക്കി ചുഴലിക്കാറ്റടിച്ചു. ഒരു രാഷ്ട്രീയത്തിന് ഞാൻ എതിരല്ല, എല്ലാവരെയും ബഹുമാനിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് ഈ വിഴിഞ്ഞം കടപ്പുറത്ത് നിന്നെത്തി. ജനമിളകിയത് കണ്ടില്ലേ? സ്വോത്രം. ADGP മനോജ് എബ്രഹാം ഉണ്ടായോണ്ട് പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു. സകല പത്രത്തിലും വാർത്ത. സ്വോത്രം. കണ്ടില്ലേ? ജനമിളകി. അത് കഴിഞ്ഞ് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കണ്ടില്ലേ? അന്ന് വടക്കമ്പറവ് ഒരു സ്കൂളിൻ്റെ മേളിൽ ഇരുന്ന് നിലവിളിക്കുക, ഹെലികോപ്റ്റർ അയക്കാം. സ്വോത്രം. പെരുവെള്ളം ഇവിടെ വന്നപ്പോൾ. സ്വോത്രം. റാന്നി MLA രാജു എബ്രഹാം നിലവിളിക്കുക, സാർ ശംഖുമുഖത്ത് നിന്ന് കുറേ വള്ളവും കാണും അയക്കില്ല, റാന്നി മുങ്ങട്ടെ എന്ന്. സ്വോത്രം. റാന്നിയിൽ നിങ്ങളെപ്പോലുള്ള ചെറു കുറ്റികളുണ്ടായിരുന്നു. സ്വോത്രം. 100 രാത്രി ഞാൻ അവിടെ പ്രസംഗിച്ചതാ. ഞങ്ങൾ വെള്ളം കുടിക്കാതെ 2 മണിക്കൂർ നിന്നാലും അച്ചായനും അമ്മാമ്മ പറയും, ഇതിലും എത്രയോ വലിയത് ഞങ്ങൾ കേട്ടേന്ന്. കൈ ഉയർത്തത്തില്ല പീറ്റർ പാസ്റ്റർ. അവസാനം ദൈവം വിചാരിച്ചു അവരുടെ കൈ ഉയർത്തണമെന്ന്. എന്തിനാ? വോട്ടിന് വേണ്ടി. പ്രൈസലോട് പറയാനല്ല. സ്വോത്രം. എല്ലാവൻ്റെയും കൈ ഉയർന്നു. സ്വോത്രം. ഇപ്പം നിങ്ങൾ മര്യാദയ്ക്ക് കൈ ഉയർത്തിക്കോ ഇല്ല. അവസാനം ഈ തിരുവനന്തപുരം ജില്ലയെ കർത്താവ് സ്നേഹിച്ചത് കൊണ്ടാണ്. സ്വോത്രം. സന്തോഷം ഇല്ലല്ലോ. ഈ ഓക്കി ഈ പ്രളയം ഇതെല്ലാം വന്നിട്ട് നമ്മുടെ നെയ്യാറ്റിൻകര വെള്ളറുടെ കാട്ടാക്കടയോ വല്ല കുഴപ്പമുണ്ടായിരുന്നു? സന്തോഷം ഇല്ലല്ലോ. എന്താ? ഇന്ത്യയിലെ ഏറ്റവും നല്ല ഉണർവ് നടക്കുന്ന, ഏറ്റവും നല്ല ഭക്തന്മാരായി പ്രാർത്ഥിക്കുന്ന, രാവും പകലും ഇടിവിൽ നിൽക്കുന്ന ഒരു ഭക്തൻ ഒരു ദേശത്തുണ്ടെങ്കിൽ, അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കണം. ഞാൻ സോതോമിനകത്ത് പോകുക, മുട്ടുമടക്കുന്ന ഒരുവൻ ഒരു പട്ടണത്തിനകത്തുണ്ടെങ്കിൽ അവനെ തകർക്കത്തില്ല. ഞാൻ കേരളത്തിലും ഇന്ത്യയിലും എവിടെല്ലാം പോയി പ്രസംഗിച്ചതാ. ഇന്ന് രാത്രി ഞാൻ പറയാം, കന്യാകുമാരി ജില്ല തൊട്ട് തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങ വരെ ഇറങ്ങിയാൽ എല്ലായിടത്തും ഒരു പോസ്റ്റ് കാണും, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പരസ്യമായിട്ട് ഇവിടെ നിന്ന് പറയുക, ധനുവച്ചപുരത്ത്, നെടിയാങ്കോടും ഇവിടെ എല്ലാം പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരന്ത്യകാലത്തിൻ്റെ ഉണർവ്. വടക്ക് നിന്ന് ജാതികളെയും മതത്തെയും വചനത്തെയും തകർക്കുക ഒരു ശക്തി എഴുന്നേൽക്കുമ്പോൾ അതിനെ വെട്ടിമാറ്റുവാൻ തെക്ക് നിന്ന് കന്യാകുമാരിയുടെ മണ്ണിൽ നിന്ന് പാറശാല നെയ്യാറ്റിൻകര വഴി ഒരു ഉണർവ് ഇന്ത്യയുടെ പട്ടണങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ പോകുന്നു. എത്ര പേർക്ക് ഈ അഭിഷേകത്തിനകത്ത് എഴുന്നേൽക്കുവാൻ കഴിയും? വടക്ക് നിന്ന് ശത്രു എഴുന്നേൽക്കുമ്പോൾ തെക്ക് നിന്നൊരു അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി രഗത ബൗഡ കന്യാകുമാരി വിടുവിച്ചു കൊണ്ടിരിക്കുക. മാർത്താണ്ഡത്ത് യോഗങ്ങൾ നടക്കുക, നാഗർകോവിൽ നടക്കുക, പാറശാല ഒരു ഉണർവ് നടക്കുക, നെയ്യാറ്റിൻകരയും വെള്ളറുടെയും ആയിരങ്ങൾ യേശുവിനെ പ്രസംഗിക്കുക. ഇതിന്റെ നടുവിൽ നിന്ന് ഒരു അന്ത്യകാലത്തിന്റെ ഉണർവ് ഈ തലമുറയിൽ ഇവിടെ പൊട്ടിപ്പുടപ്പെടാൻ അതിന്റെ ഭാഗവാക്കുകളാകുക. ഇന്ന് രാത്രി ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് വേർതിരിക്കട്ടെ. ഇന്ന് രാത്രി പറയാ, പിന്മഴയുടെ കാലത്തെ യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണറിനെ അയക്കും. സ്വോത്രം. നമുക്കൊരു പ്രത്യേകതയുണ്ട്. 800 സ്ഥലങ്ങളിലൊക്കെ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും പ്രളയവും വന്നിട്ട് ഈ വചനം ഉയർത്തുന്നത് കൊണ്ട് നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. റാന്നിയിലെ MLA നിലവിളിച്ചു, തീർന്നില്ല, സകലരും നിലവിളിച്ചു. ശ്രീ അമിത്ഷാ എവിടെ വന്നത്? മംഗലാപുരത്ത് വന്ന് പ്രളയം കണ്ട് ഹെലികോപ്റ്റർ ഇറങ്ങാൻ കിട്ടിയില്ല. ഇന്ന് രാത്രി ഭൂമിയിലെ ധനവാന്മാരും സമ്പത്തുക്കളും മഹത്തുക്കളും ബലവാന്മാരും ദാസന്മാരും പാറകളിലും മലകളിലും പോയി ഞങ്ങളുടെ മേൽ വീഴുവിൻ, കുഞ്ഞാടിൻ്റെ കോപ ദിവസം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി, ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയെ ഇളക്ക്, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരയെ ഇളക്ക്, ഇനി ഞാൻ കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് കടലിനെ ഇളക്ക്. സകല ജാതികളെ കോവിഡിനകത്ത് ഇളക്കിയെങ്കിൽ, അമേരിക്കയുടെ ഓഹിയോ മുതൽ കന്യാകുമാരി തേങ്ങാപട്ടണം വരെ ഈ വൈറസ് വ്യാപരിച്ചെങ്കിൽ, ഇന്ന് രാത്രി അപ്പച്ച, മാതാവേ, പിതാവ്, ഇന്ന് രാത്രി ധനുവച്ചപുരത്ത് ഞങ്ങൾ കേൾക്കുന്ന ദൈവമക്കളെ, സകല ജാതികളുടെ മനോഹര വസ്തു വരാറായി. ആരാ സകല ജാതികളുടെ മനോഹര വസ്തു? കൺവെൻഷന്റെ ആദ്യ രാത്രി യേശുക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, മർത്തോമയുടെ ദൈവമല്ല, ഹൈന്ദവരുടെ ദൈവമല്ല, ഇസ്ലാമിന്റെ ദൈവമല്ല. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണമെങ്കിൽ, രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ലെങ്കിൽ, ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഇന്ന് രാത്രി ദൈവമക്കളാകുവാൻ സ്വർഗത്തിലെ ദൈവം അധികാരം കൊടുത്തു. ആദ്യ രാത്രി തന്നെ പുണ്യസ്ഥലങ്ങൾ തേടണ്ട,
സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി വിളിച്ചു പറ, യേശു എൻ്റെ ഏക രക്ഷകനെന്ന്. അനുഭവിച്ചവരത്ത് ആരെങ്കിലും ഇന്ന് രാത്രി ഇൻവൈറ്റ് ചെയ്യാമെങ്കിൽ കാനാവിലെ കല്യാണ വീട്ടിൽ നടന്ന ഒരു അത്ഭുതം നിന്റെ ഭവനത്തിനകത്ത് നടത്തുക. ഇന്ന് രാത്രി സർവശക്തന്റെ കരം കൂടെയുണ്ട്. കാനാവിലെ കല്യാണ വീടിന്റെ പ്രത്യേകത, ഒന്ന്, അവരെ ഇൻവൈറ്റ് ചെയ്തു. രണ്ട്, ആ പ്രശ്നം യേശുവിന്റെ കയ്യിൽ കൊടുത്തു. മൂന്ന്, ഇന്ന് രാത്രി അനുഭവിച്ചവരത്ത് ഏത് പ്രശ്നമുണ്ടെങ്കിലും യേശുവിന്റെ കയ്യിൽ കൊടുക്കാമെങ്കിൽ ഈ യോഗം പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് വാഴ്ത്തി നുറുക്കി മറുപടി തന്ന് നിന്റെ പുരയ്ക്കകത്ത് നിറച്ചുകൊണ്ട് ഒരു നിറവ് തരുക. ഇന്ന് രാത്രി കാനാവിലെ കല്യാണ വീട്ടിൽ വന്ന് എൻ്റെ നാട് ധനുവച്ചപുരം ഏജിയുടെ കൺവെൻഷൻ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഗുരു വന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സൂര്യൻ ഉറങ്ങാൻ പോകുന്ന 4 വാക്യങ്ങൾ കൂടി കഴിയുമ്പോൾ അവസാനിപ്പിക്കും. ഇസ്രയേലിലേക്ക് എന്താ സൂര്യൻ? സൂര്യനകത്ത് കാത്തുന്ന ഹൈഡ്രജൻ ഇന്നത്തെ നില മോശമായി കഴിഞ്ഞു. ഏറ്റവും നിർണായകമായ രീതിയിൽ സൂര്യനകത്ത് കളങ്കങ്ങൾ വന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ സൂര്യൻ ഉറങ്ങിയാൽ ഭൂമിക്ക് വെട്ടം കിട്ടത്തില്ല. അത് കഴിഞ്ഞ് ചന്ദ്രനിലുണ്ടാകുന്ന പ്രതിഭാസം ബ്ലഡ് മൂൺ പറഞ്ഞു തരാം. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി സൂര്യൻ്റെ പ്രകാശം കിട്ടത്തില്ല, അപ്പോൾ ഭൂമിയും വെട്ടത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പ്രവചനങ്ങൾ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും. അങ്ങനെയെങ്കിൽ ഈ ചന്ദ്രൻ ഇനി ഇതിലേക്കാണ് നമ്മുടെ കടക്കുന്നത്. അതുകൊണ്ടാണ് ദൈവാലയത്തിൽ തുടങ്ങി ബാക്കി നാളെ ഞാൻ പറയും. അങ്ങനെയെങ്കിൽ ഈ ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു ഇസ്രായേൽ ഒരിക്കൽ കൂടി 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി. അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീണു. ആകാശം പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ മാറുമ്പോയി. സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോയി. സെൻട്രൽ സിറ്റുവേറ്റഡ് ദ സൺ റൈസ് കം ടു ദ എർത്ത് ഡൈവേർട്ടഡ് ടു ദ മൂൺ. സൂര്യൻ പ്രകാശിക്കത്തില്ല, ഭൂമിയിൽ ഇരുട്ട്. അപ്പോൾ ചന്ദ്രൻ ഉണ്ടാകുന്ന പ്രതിഭാസമായ രക്തചന്ദ്രൻ മടങ്ങി വരാം. ഇസ്രയേലും രക്തചന്ദ്രനും 1-ാമത്തെ രക്തചന്ദ്രൻ. വേഗത്തിൽ ഞാൻ മടങ്ങി വരും. 1548 ഏപ്രിൽ മാസം 14-ാം തീയതി. നോട്ട് ചെയ്യുന്നവർക്കറിയാം, 1-ാമത്തെ രക്തചന്ദ്രൻ. അന്ന് യഹൂദൻ എവിടെ? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ നമ്മുടെ നാഥൻ പരമയാഗമാകുന്നതിന് മുമ്പ് 3 തലങ്ങളിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണം. ഗതസമനയിൽ ചുംബനത്തിന്റെ മുദ്ര, കബതയിൽ അവൻ തകർക്കപ്പെടുന്നു. ഗോൽഗോത്ത പരമയാഗത്തിന്റെ മുദ്ര. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. സംഭവിച്ചില്ലേ? ചിതറി AD 70 മുതൽ ചിതറക്കമായി ലോകത്തിന്റെ 5 വൻകരകളിൽ, ആഫ്രിക്കയിലെ നൈജീരിയ മുതൽ കൊച്ചി മട്ടാഞ്ചേരി വരെ മൊട്ടക്കച്ചവടം ചെയ്യുന്ന യഹൂദനായി അവർ മാറി. അവർക്ക് വീടില്ല, കൂടില്ല, ആരാധനാലയമില്ല. 1548 ഏപ്രിൽ മാസം 14-ാം തീയതി ഒരു സംഭവം നടന്നു. ആകാശത്തിൽ രക്തചന്ദ്രൻ. കോവിഡിനോടനുബന്ധിച്ച് ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഞാൻ കറങ്ങി വരുന്നത്. ആകാശത്തിൽ രക്തചന്ദ്രൻ. അങ്ങനെയെങ്കിൽ ആ രക്തചന്ദ്രൻ കണ്ടപ്പോൾ അന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, കടലിന്റെ ശാസ്ത്രം പഠിക്കുന്ന. അവന്റെ പേര് ക്രിസ്റ്റഫർ കൊളംബസ്. സ്പെയിനിലെ ചക്രവർത്തിയുടെ പേര് ഫെർഡിനൻഡ്, രാജ്ഞിയുടെ പേര് ഇസബെല്ല. ഒരു സന്ധ്യയെങ്കിൽ രക്തചന്ദ്രനെ കണ്ട് പെസഹ വ്യാഴം ഏപ്രിൽ 14 അവർ അവിടെ ചെന്നപ്പോൾ ഈ ഫെർഡിനൻഡ് രാജാവിനോട് ഭാര്യയോട് അവൻ പറഞ്ഞു, സാറേ കയ്യിൽ പൈസ ഇല്ല, ഒരു വള്ളം മേടിക്കുവാൻ കാശ് തന്നാൽ വടക്കോട്ട് പോയാൽ ഗലീലയുടെ കോപ്പർനിക്കസിന്റെ ശാസ്ത്രപ്രകാരം എനിക്കൊരു ദ്വീപ് കണ്ടുപിടിക്കാൻ കഴിയും. അദ്ദേഹവും ഭാര്യയും പറഞ്ഞു, നിനക്ക് തലയ്ക്ക് വട്ട, പോകാൻ പറഞ്ഞു. സ്വോത്രം. അവൻ ഈ കൊട്ടാരത്തിൽ നിന്നിറങ്ങി പോകുന്ന വഴി ധനുവച്ചവർ അസംബ്ലീസ് ഓഫ് ഗോഡ് പോലെ ഒരു ചർച്ച്, അത് യഹൂദന്റെ സിനഗോഗ്. താടി വെച്ച യഹൂദന്മാർ റബ്ബിമാർ അവനെ കണ്ടു. മോനെ നീ എന്തിനാ കരഞ്ഞു വരുന്നത്? അപ്പം പറഞ്ഞ്, റബ്ബിമാരെ കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അഥവാ ബ്ലഡ് മൂണിനോടനുബന്ധിച്ച് വടക്കോട്ട് പോയാൽ ദ്വീപ് കിട്ടും. അവർ പറഞ്ഞ്, ശരിയാ, നമുക്കൊരു പുറപ്പാടുണ്ട്. സ്വോത്ര കാഴ്ച പാത്രം കൺവെൻഷന് തട്ടുന്നുള്ള കൊടുത്തു. അന്ന് ഈ ചെറുപ്പക്കാരൻ ഒരു വള്ളം മേടിച്ചു. പോയ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ പേര് അമേരിക്ക. 1-ാമത്തെ രക്തചന്ദ്രഗണ. അലയുന്ന യഹൂദന് വേണ്ടി സ്വർഗത്തിലെ ദൈവം കാൽ ചവിട്ടുവാൻ കൊടുത്തു. അമേരിക്ക കണ്ടുപിടിച്ചതാര്? ക്രിസ്റ്റഫർ കൊളംബസ്. സ്വോത്രം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ 1-ാമത്തെ രക്തചന്ദ്രൻ തീർന്നില്ല. 2-ാമത്തെ രക്തചന്ദ്രൻ. എന്താ 2-ാമത്തെ രക്തചന്ദ്രൻ? 1898 നമ്മുടെ പ്രിയപ്പെട്ട ഈ പുള്ളിക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു തിയോഡർ ഹെർസൺ. ആ കാലത്ത് സിയോൺ സംഘത്തെ രൂപീകരിക്കുമ്പോൾ 2-ാമത്തെ രക്തചന്ദ്രൻ വന്നു. 1948 മെയ് 14-ാം തീയതി പെസഹ വ്യാഴം. അന്നൊരു സംഭവം ഉണ്ടായിരുന്നു, 2-ാം ലോക മഹായുദ്ധം. ഈ 2-ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ 1-ാമത്തെ ലോകമഹായുദ്ധം മാറി 2 പ്രമുഖ ശക്തികളാണ് ഉണ്ടായിരുന്നു. 1-ാമത്തെ ശക്തി അമേരിക്ക, 2 ജപ്പാൻ, ഹിരോഷിമ നാഗസാക്കി. അതിനകത്ത് ജപ്പാൻ്റെ 2
പട്ടങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും വിമാനങ്ങൾ അയച്ച് 1,50,000 പേരെ ഒരു യഹൂദൻ കൊന്നു. അവൻ്റെ പേര് ടിക്കോ ഫെർമി. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. അവൻ ചോദിച്ചു, മിസ്റ്റർ ടിക്കോ ഫെർമി, താങ്കൾക്ക് എന്ത് വേണം? ഞങ്ങളുടെ പിതാക്കന്മാർ ശത്രുക്കളോട് ചേർന്ന് യേശു ക്രിസ്തുവിനെതിരെ മറുതലിച്ചു. ഞങ്ങൾ ലോകത്തിൻ്റെ 5 വൻകരകളിൽ വീണുപോയി. ഞങ്ങൾക്ക് മടങ്ങി വരുവാൻ ഒരു സ്ഥലം വേണം. രണ്ടാമത്തെ രക്തചന്ദ്രഗ്രഹണത്തിനകത്ത് ഒരു സംഭവം നടന്ന ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തി വായിക്കാം. എസെക്കിയേൽ 37:5-6 മുഴുവൻ പ്രവചനം. എസെക്കിയേൽ 37:5-6 വായിച്ചിട്ട് കുഞ്ഞ്. എസെക്കിയേൽ യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് ഇസ്രായേലിനോട് അടുത്തത് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞു നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഇസ്രായേലിനെ മടക്കി വരുത്തും. ഇത് പ്രസംഗിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭ. അതിനകത്ത് നല്ല കാഴ്ചപ്പാടുള്ള അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ 1945 രണ്ടാം ലോക മഹായുദ്ധം നടക്കുക. രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ജപ്പാൻ മുന്നേറുക. തിരുവല്ല വാരിക്കാട് അവിടെ IPCയുടെ ഒരു കൺവെൻഷൻ നടക്കുക. സ്ഥാപക നേതാക്കളിലൊരായ പാസ്റ്റർ KE എബ്രഹാം അന്നത്തെ മനോരമ എടുത്തു വെച്ചിട്ട് പ്രസംഗിക്കുക. മനോരമക്കാരൻ എഴുതിയത് തെറ്റാ, അമേരിക്ക ജയിക്കും. സ്വോത്രം. അന്ന് അദ്ദേഹം എടുത്ത ഈ വാക്യമായി എസെക്കിയേൽ പ്രവാചകൻ ദർശനത്തിൽ എന്തോ ചെയ്തു. എസെക്കിയേൽ 36, 37, 38, 39 അന്തിമ യുദ്ധം, സോർ പർവ്വതം, സിയോൻ പർവ്വതം. യെഹെസ്കേൽ 36, 24 നിങ്ങളെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് ഞാൻ മടക്കി കൊണ്ടുവരും. 37 താഴ്വരയിൽ ലോകത്തിന്റെ 5 വൻകരകളിൽ ചിതറിക്കിടക്കുന്ന യഹൂദനെ കണ്ടുകൊണ്ട് എസെക്കിയേലിനോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഒരു കാറ്റ് ഇതിന്റെ മേൽ അടിക്കും, ഇവർ എഴുന്നേൽക്കും, ഇവർ മടങ്ങി വരും. അന്ന് ഇന്നത്ര വചനപരിജ്ഞാനോ സയൻസ് അറിയാത്ത അപ്പച്ചൻ തിരുവല്ല വാരിക്കാട്ട് പറഞ്ഞു, ഈ യുദ്ധത്തിനകത്ത് അമേരിക്ക ജയിക്കും, ഇസ്രയേൽ രാഷ്ട്രം മടങ്ങി വരും. സ്വോത്ര. പിറ്റേന്ന് രാവിലെ വണ്ടികൾ പിടിച്ചുകൊണ്ട് കുമ്പനാട്ട് IPCയുടെ കോട്ടേഴ്സിൽ ചെന്നിട്ട് അപ്പച്ചനോട് ആൾക്കാർ പറഞ്ഞു, അപ്പച്ചൻ എന്ത് വിട്ടിത്തരാ പറഞ്ഞ് എല്ലാ ദിവസവും പേപ്പറിനകത്ത് വരുന്ന ജപ്പാൻ മുന്നേറുന്ന. അപ്പച്ചൻ പറഞ്ഞു, ജപ്പാൻ മുന്നേറിയോ മുന്നേറാതിരിക്കോ, എൻ്റെ കയ്യിൽ ഒരു ദൈവത്തിൻ്റെ വചനമുണ്ട്. അന്ന് വരെ ഇന്ന് വരെ വഴി നടത്തിയ ഈ വചനത്തിന് മാറ്റമില്ല. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ പല്ലയും ചെരുപ്പിൻ്റെ വാറും പാമ്പിൻ്റെ തോലും തിന്ന് ജീവിച്ച യഹൂദൻ എവിടെ? രണ്ടാമത്തെ രക്തചന്ദ്രഗ്രഹണത്തിനകത്ത് അവന് കാൽ ചവിട്ടുവാൻ ഏത് കിട്ടി? ഇസ്രയേൽ എന്ന രാഷ്ട്രം കിട്ടി. 1948 ഏപ്രിൽ മാസം 14 പെസഹ വ്യാഴം. 1948 മെയ് മാസം 14 ഡേവിഡ് ബെൻഗൂറിയോ 6 കാലുള്ള വെള്ളപ്പതാക ഉയർത്തിക്കൊണ്ട് ലോകത്തോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. ഇന്ന് രാത്രി വചനം ക്ലിയർ ആയിരിക്കണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. തീർന്നില്ല. മൂന്നാമത്തെ രക്തചന്ദ്രൻ 1967 ഏപ്രിൽ 14 അന്നൊരു സംഭവം ഇവിടെ നടക്കുക. പെസഹാവ്യാഴം. 6 അറബ് രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെ തകർക്കുവാൻ പദ്ധതി വെച്ചു. ഏതൊക്കെ അറബ് രാഷ്ട്രങ്ങളാ? സൗദി അറേബ്യ, സിറിയ, ഈജിപ്റ്റ്, ലെബനോൻ. ഇവരെല്ലാം പറഞ്ഞു ഇസ്രയേലിനെ തകർക്കുവാൻ പദ്ധതി വെച്ചു. ബൈബിളിൽ ഉണ്ടോ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകും? പ്രവചനത്തിന്റെ നിവൃത്തിയായി സങ്കീർത്തനം രേഖപ്പെടുത്തി. വായിക്കാം സങ്കീർത്തനം 83:5. എല്ലാവരും വചനം പഠിച്ചുകൊണ്ട് ഇറങ്ങാവൂ. ഈ വരുവീൻ ഇസ്രായേൽ, വരുവീൻ ഇസ്രായേൽ. വായിച്ചാട്ട് മക്കളെ, വരുവീൻ ഇസ്രായേൽ. വായിക്കാം. സങ്കീർത്തനം 83:5 വരുവീൻ ഇസ്രായേൽ. 83:4 വായിച്ചാട്ട്. വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വക്കവണ്ണം ഇതിന്റെ പേരാ മക്കളെ അറബ് ഇസ്രായേൽ വാർ. അവർ ജാതിയാതിരിക്കാതെ വേണം അവരെ മുടിച്ചു കളയോ. 6 അറബ് രാഷ്ട്രങ്ങൾ. അടുത്ത വാക്ക് അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. ഇതാ മാറ്റി ദൈവം മാറ്റിയത്. ഇന്ന് രാത്രി പറയണം, വിശ്വാസത്തോടെ വചനം കേൾക്കണം. ഈ തലമുറയിൽ കർത്താവ് വരുന്നു, അതിനുവേണ്ടി ഞാൻ ഈ ഓട്ടമോടുന്നത്. ഇന്ന് രാത്രി നിങ്ങളോട് പറയുക, 6 രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചു. എന്താ പ്രശ്നം? 1967 ആയപ്പം 19 വയസ്സേ ഉള്ളു ഇസ്രായേൽ. കാട്ടാക്കട കല്ലൂരി മൈദ കോളേജിൽ പഠിക്കുന്ന ബികോംകാരനാണ് ഇസ്രായേൽ. 48-ന് 19 കുട്ടി 67. സ്വോത്രം. കയ്യിലൊരു ദാവീദിൻ്റെ കണക്ക് ഒരു ഗമന പോലും എടുക്കാൻ യോഗ്യതയില്ല. അവൻ്റെ ഇടയ്ക്ക് 6 രാഷ്ട്രങ്ങൾ. കഥയും കൂടെ പറഞ്ഞുതരാം, കേൾക്കണം. ഈജിപ്തിൻ്റെ വിമാനത്താവളം കെയ്റോ. അറബ് രാജ്യങ്ങളുടെ 400 വിമാനം കിടക്കുക. യഹൂദൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, 2:30 എഴുന്നേറ്റ് അവൻ തോറയുടെ ചുരുള് വായിക്കും. സ്വോത്രം. 400 വിമാനങ്ങൾ അവിടെ കിടക്കുമ്പോൾ യഹൂദൻ എഴുന്നേറ്റു. അന്ന് വെളുപ്പിന് പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവ് ഒരു കൃപ അവന് കൊടുത്തു. ഇസ്രായേലിന്റെ 6 കുഞ്ഞു വിമാനമുണ്ട്. എന്താ അവരോട് പറഞ്ഞത്? 150 മീറ്റർ ഉയരത്തിൽ പോയെങ്കിലേ റഡാറിനകത്ത് വിമാനം കിട്ടത്തുള്ളൂ. സയൻസും ബൈബിളും എല്ലാം മനസ്സിലാക്കണം. അന്ന് 4:30 മണിക്ക് അറബ് സഖ്യസേന ഉറങ്ങുമ്പോൾ ഇസ്രായേലിന്റെ ചാരവിമാനം വെറും 6 ഡേവിഡ് ബെൻഗൂറിയോൻ എയർപോർട്ടിൽ നിന്ന് പറന്നു. കെയ്റോയിലെ ഈജിപ്തിന്റെ എയർപോർട്ടിൽ ആരും കണ്ടില്ല. പട്ടാപ്പകൽ വെളുപ്പിന് 400 വിമാനത്തെ ചുട്ടരിച്ചു അറബ് ഇസ്രായേൽ വാർ. അത് കണ്ടപ്പോൾ അറബ് രാജ്യം പറഞ്ഞു, നിങ്ങൾക്ക് ജയം തന്നിരിക്കൂ, യുദ്ധം നിർത്തണം. ഇന്ന് രാത്രി ദൈവം അനുകൂലമെങ്കിൽ ഇന്ന് രാത്രി പ്രതികൂലമാര്? വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആരാധിക്കുന്നവനെ തകർക്കുക, അന്യഭാഷ പറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നവനെ തകർക്കുക. ഒരു പക്ഷേ നിന്റെ പണം കാണത്തില്ല, നിന്റെ പാരമ്പര്യം കാണത്തില്ല, പക്ഷെ ഒന്നുണ്ട്, നിന്റെ മുട്ടുമടക്കിയുള്ള നിലവിളി ഉയരാമെങ്കിൽ നിന്റെ ശത്രു എത്ര പ്രബലനെങ്കിലും 40 ദിവസങ്ങളിൽ ഗോലിയാത്ത് വന്ന് ഈ ഫിലിസ്തീന്റെ പടയാളി വന്ന് ഇസ്രായേൽ ഗോത്രത്തെ വിറപ്പിച്ചപ്പോൾ സൈന്യവും ശക്തിയല്ല, ഒരിടയ ചെറുക്കന്റെ മേൽ ഒരു അഭിഷേകം വന്നപ്പോൾ അവനെ തകർത്ത് കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ധനുവച്ചപുരം പറയണോ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. ഈ പട്ടണത്തിൽ നിന്ന് ഒരു ഉണർവ് വ്യാപരിക്കട്ടെ. എൻ്റെ പുത്രന്മാരും പുത്രിമാരും ഇന്ന് രാത്രി യേശുവിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. വൃദ്ധന്മാരും യുവാക്കളും സ്വപ്നങ്ങളെ കാണട്ടെ. ഒരു സൈന്യം നിനക്കെതിരെ പാളയം ഇറങ്ങിയാലും ഇസ്രായേലെ നീ ഭയപ്പെടണ്ട. ഇന്ന് രാത്രി നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, സ്തോത്രം.